ഇറ്റലിയിൽ പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒരു ബാലനുണ്ടായിരുന്നു. അവന്റെ പേര് തോമസ് എന്നായിരുന്നു. അവന്റെ കൂട്ടുകാർ അവനെ കളിയാക്കി വിളിച്ചിരുന്നത് നിശബ്ദ കാള എന്നായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. അവൻ വളരെ നിശബ്ദനായിരുന്നു. അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരൻ. ശാരീരികമായി അവൻ വലിയ വണ്ണമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് കൂട്ടുകാർ അവനെ നിശബ്ദ കാള എന്ന് വിളിച്ചിരുന്നത്. അവർക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് വിശുദ്ധ ആൽബർട്ട്. നിരന്തരം ഈ ബാലനെ കുട്ടികൾ കളിയാക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ കളിയാക്കുന്ന ഈ നിശബ്ദ കാളയുടെ ഗർജനം നാളെ ലോകമൊട്ടാകെ കേൾക്കും. കാലക്രമേണ അത് സത്യമായി വന്നു. ആ തോമസ് ആണ് ഇന്ന് നമ്മൾക്കെല്ലാം സുപരിചിതനായ വിശുദ്ധ തോമസ് അക്വീനാസ്. ഇന്ന് നമ്മൾ വിശുദ്ധ തോമസ് അക്വീനാസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥയുണ്ട്. അദ്ദേഹം വളർന്നപ്പോൾ ഒരു ഡൊമിനീഷ്യൻ സന്യാസിയാകാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം പ്രഭു കുടുംബമായിരുന്നത് കൊണ്ട് തന്നെ അവർക്കത് അപമാനമാണെന്ന് പറഞ്ഞ് തോമസിനെ ശക്തമായിട്ട് എതിർത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് ചെയ്തത്, അദ്ദേഹത്തെ ഒരു കോട്ടയ്ക്കുള്ളിൽ 1 വർഷം തടവിലാക്കി. എന്നിട്ടും തന്റെ ദൈവവിളിയിൽ നിന്ന് പിന്മാറാൻ തോമസ് തയ്യാറായില്ല. അവസാനത്തെ ശ്രമം എന്നോണം അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഒരു സ്ത്രീയെ അയച്ചു. അവളെ കണ്ടപ്പോൾ തന്നെ തോമസ് ചെയ്തത് തന്റെ അടുത്തുണ്ടായിരുന്ന ഒരു തീ കമ്പി എടുത്ത് അവളെ ആട്ടി ഓടിക്കുകയാണ്, മുറിക്ക് വെളിയിലേക്ക് ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഭിത്തിയിൽ കൈകൊണ്ട് ഒരു കുരിശ് വരയ്ക്കുകയും അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, ആ സംഭവത്തിന് ശേഷം ശുദ്ധതയുടെ ഒരു വലിയ കൃപ ദൈവം വിശുദ്ധ തോമസ് അക്വീനാസിന് നൽകി. ഈ ഒരു കഥ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? വിശുദ്ധി എന്നുള്ളത് ദൈവം തരുന്ന ഒരു കൃപയാണ്. അതോടൊപ്പം വിശുദ്ധി എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം കൂടെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിരവധി പ്രലോഭനങ്ങൾക്ക് നടുവിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് ആഗ്രഹമായി മാത്രം നിലനിന്നാൽ പോരാ, അതൊരു തീരുമാനമായി മാറുക കൂടി വേണം. ഹോളിനെസ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഹെവൻ, but at the same time it's a decision you choose to make. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.